പാചകം അറിയണമെന്നുണ്ടോ? കുറച്ച് വേണം. എന്തിന്? ജീവിക്കണ്ടേ? ആണായാലും പെണ്ണായാലും ഒരു കുട്ടിക്ക് ഒരു കഴിവുണ്ടെങ്കിൽ അവളെ ആ കഴിവിന് സപ്പോർട്ട് ചെയ്ത് മുന്നേ കൊണ്ടുപോകാം. അല്ലാതെ അവൾ അടുക്കളപ്പണി ചെയ്തിട്ടേ അങ്ങോട്ട് പോകാൻ പാടുള്ളൂ എന്നൊന്നും ഞാൻ പറയില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നേക്കോ, രാവിലെ നമുക്ക് ഭക്ഷണം കഴിക്കണം, അവൾക്ക് പോവാൻ സമയമായി 10 മണിക്ക്. എന്തുകൊണ്ട് ഒരാൾ ഒരു ബ്രെഡ് ഓംലെറ്റ് ഹെൽപ്പ് ചെയ്ത് അവളെ വിട്ടൂടാ? അവള് പക്ഷെ കുക്കിംഗ് ഇഷ്ടമുള്ള ഒരു നല്ല വീട്ടമ്മയാണെങ്കിൽ നമ്മുടെ അതാണ് എനിക്ക് മനസ്സിലാത്തത്. നല്ല വീട്ടമ്മ കുക്കിംഗ് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഉണ്ടാവും. അങ്ങനെ ആനീസ് കിച്ചണിലെ ആനി ചേച്ചി വീണ്ടും എയറിലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അല്ല, ഇതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇടയ്ക്കിടെ നടക്കുന്ന ഒരു പ്രതിഭാസമാണല്ലോ, അത് വേറെ കാര്യം. പക്ഷെ ഇത്തവണ പുള്ളിക്കാരി ഏറി കയറ്റിയത് മറ്റാരുമല്ല, സ്വന്തം മോൻ തന്നെയാണ്. സംഭവം ആനി ചേച്ചിയുടെ മകനായിട്ടുള്ള റുഷിൻ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇസ്മി റുഷിൻ എന്നുള്ളതാണ് ആ ചാനലിന്റെ പേര്. അതിൽ മൈ ഫാമിലി ഒപ്പീനിയൻ എന്നും പറഞ്ഞുകൊണ്ട് റുഷിൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വന്തം അമ്മയെ ഏറി കയറ്റാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആയിരുന്നു അത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ വീഡിയോ എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഇപ്പൊ എല്ലാവർക്കും അറിയാലോ, ആനി ചേച്ചി അമൃത ടിവിയിൽ ആനീസ് കിച്ചൺ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ പരിപാടിയിൽ വെച്ച് ഓരോ ഗസ്റ്റിന് മുന്നിൽ വെച്ച് ആനി ചേച്ചി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അതിങ്ങനെ ഇടയ്ക്കിടെ ട്രോളുകളായി മാറുകയും ചെയ്യും. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അടുത്ത കാലത്ത് പ്രിയങ്ക നായർ എന്ന് പറഞ്ഞൊരു നടി ഈ പറഞ്ഞ ആനീസ് കിച്ചണിൽ ഗസ്റ്റ് ആയി വരുന്നത്. അങ്ങനെ പ്രിയങ്ക നായർ ഗസ്റ്റ് ആയി വന്ന സമയത്ത് പ്രിയങ്കയെ നോക്കി ആനി ചേച്ചി ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡയലോഗ് പലർക്കും ഓർമ്മയുണ്ടാകും. എന്തായിരുന്നു ആ ഡയലോഗ്? എന്തൊരു കോലവാടി കൊച്ചെ ഇത്, ഇങ്ങനെ ഇരുന്ന കൊച്ചാണ്, ഒരുമാതിരി പാക്ക് പോലെയായി എന്ന ഒരു ഡയലോഗ് അന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. അതന്ന് വൺ ട്രോളായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ പ്രിയങ്ക നായരുടെ മുന്നിൽ വെച്ചുള്ള ആനി ചേച്ചിയുടെ ഡയലോഗ് എടുത്തു വെച്ചുകൊണ്ട് 2 പെൺകുട്ടികൾ ഇൻസ്റ്റാഗ്രാമിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആനി ചേച്ചി പറഞ്ഞ ഡയലോഗ് വളരെ മോശമായി പോയി എന്നുള്ള രീതി. അങ്ങനെ റുഷിൻ എന്താക്കി, ഈ പറഞ്ഞ 2 പെൺകുട്ടികൾ ആനി ചേച്ചിയുടെ വീഡിയോ റിയാക്ട് ചെയ്യുന്നത് അമ്മക്ക് അങ്ങ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അമ്മയുടെ റെസ്പോൺസ് ആവശ്യപ്പെട്ടു. ഇതാണ് ആ വീഡിയോ. നമുക്ക് എന്തായാലും റുഷിൻ അമ്മക്ക് ഈ 2 പെൺകുട്ടികളുടെ ക്ലിപ്പ് കാണിച്ചു കൊടുക്കുന്ന ഭാഗം ഒന്ന് കണ്ടോക്കാം. തൊട്ടാ പൊള്ളുന്ന സബ്ജക്ട് തന്നെ ഇടാം. കുറച്ച് വീഡിയോസ് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോരുത്തർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. അമ്മ അത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അമ്മയെ കൊണ്ട് ഇപ്പം നമുക്കത് കാണിച്ചു കൊടുക്കാം. എന്നിട്ട് അമ്മയുടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അമ്മയുടെ സംഭവം എന്താന്നുള്ളത് നമുക്കറിയാം. ഇച്ചിരി പ്രശ്നമാവും തോന്നുന്നു. ഒരു സ്ത്രീ അമ്മയാണോ? അടുത്ത കോളുമായിട്ട് വന്നേക്കുവാന്നോ? കണ്ടു നോക്കാം. ഞാനിത് സേവ് ചെയ്ത് വെച്ചു. Guys, she is not ready for this. Okay, Annie ചേച്ചിയുടെ comment will ruin her peace. എന്നാ പോലെ പ്രിയങ്കെ ചീച്ചു കാണിക്കുന്നു. ഞാനത് പ്രിയങ്ക നായർ മാറ്റി വെച്ച് വല്ല പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ പോലെ ആക്കിയാലോ എന്നാലോ. എന്റെ ദൈവമേ, നല്ല ഒരു ഇങ്ങനെ ഇരുന്ന കൊച്ചു ഇങ്ങനെ പാക്ക് പോലെ ആയിപ്പോയി. സത്യം, ക്യാരക്ടർ ആ രീതിയിലേക്കുള്ള ഒരു ലുക്സിന്റെ ട്രാൻസ്ഫോർമേഷൻ. ഗ്ലോ ആയിട്ടാണ് വന്നത്. പക്ഷെ ആ ഗ്ലോനെ കുറിച്ച് പുള്ളിക്കാരി മെൻഷൻ ചെയ്യുന്നത് ആകെ മെലിഞ്ഞു പോയല്ലോ എന്നാണ്. ായി പോയല്ലോ എന്ന്. സോ നമ്മളൊന്ന് വെയിറ്റ് കുറഞ്ഞാല് ഇവര് തന്നെ ബോഡി ഷെയിം ചെയ്യും. അയ്യോ വണ്ണം വെച്ച അവര് തന്നെ ഓക്കെ അല്ല 2 സൈഡിലും. വണ്ണം വെച്ചാലും കുഴപ്പമാണ്, വണ്ണം വെച്ചില്ലെങ്കിലും കുഴപ്പമാണ്. ഒരു മാറ്റം ആനീസ് കിച്ചണിൽ ഒരു മാറ്റങ്ങളും വന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു സെയിം വേറെ ആരുടെയോ വീഡിയോ ഞാൻ കണ്ടിരുന്നു. പുള്ളിക്കാരി ഇതുപോലെ തന്നെ ബോഡി ഷെയിം ചെയ്യും. ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു. ഡെഡിക്കേഷൻ എന്നൊക്കെ പറയുന്നത് അല്ലെ ശരിക്കും. അപ്പൊ നമ്മള് ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 പെൺകുട്ടികൾ ആനി ചേച്ചിയുടെ ഈ സ്റ്റേറ്റ്മെന്റിനെ റോസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം. ആക്ച്വലി 2 പെൺകുട്ടികളും പറഞ്ഞത് കറക്റ്റ് ആണ് അല്ലെ. നമ്മൾ തടി കുറഞ്ഞാലും കൂടിയാലും ഇവർക്കൊക്കെ പ്രശ്നമാണ്. ആക്ച്വലി ആനി ചേച്ചി സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ നാട്ടിലെ ഒരു അമ്മമാരെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെയൊക്കെ അമ്മമാർ എങ്ങനെയായിരിക്കും? ഇമോഷൻസ് ഒക്കെ ഭയങ്കര റോ ആയിട്ട് പ്രകടിപ്പിക്കുന്നവരായിരിക്കും അല്ലെ. പ്രത്യേകിച്ച് ഒരു 10-40 വയസ്സ് കഴിഞ്ഞ അമ്മമാരാണെങ്കിൽ പറയണ്ട. അവർക്ക് എന്താണ് നമ്മളെ കാണുമ്പോൾ മനസ്സിൽ തോന്നുന്നത് അത് അവരങ്ങ് വിളിച്ചു പറയും. അത് അപ്പുറത്തുള്ള വ്യക്തിക്ക് ഹേർട്ട് ആവുമോ ഇല്ലയോ എന്നൊന്നും അവര് ചിന്തിക്കത്തില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് യങ്ങായിട്ടുള്ള പാരന്റ്സ് കുറെയൊക്കെ മാറി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ 10-40 വയസ്സൊക്കെ കഴിഞ്ഞ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇമോഷൻസ് ഒക്കെ റോ ആയിട്ട് പ്രകടിപ്പിക്കുന്നവരാണ്. അവരുടെ ജീവിത സാഹചര്യം അങ്ങനെയായിരുന്നു, അവർ ആ രീതിയിൽ വളർന്നവരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അതേ രീതിയിൽ ഇമോഷൻസ് റോ ആയിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പലപ്പോഴും ആനി ചേച്ചിയെ തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ആനീസ് കിച്ചണിലെ ആനി ചേച്ചി. ആനി ചേച്ചിന് മുന്നിൽ ഒരു ഗസ്റ്റ് വന്നിരുന്ന് കഴിഞ്ഞാണെങ്കിൽ ആനി ചേച്ചിക്ക് അപ്പൊ ആ സമയത്ത് ഗസ്റ്റിനോട് എന്താണോ പറയാൻ തോന്നുന്നത് അതങ്ങ് വിളിച്ചു പറയൂ. അത് അപ്പുറത്തുള്ള വ്യക്തിക്ക് ഹേർട്ട് ആവുമോ ഇല്ലയോ എന്നൊന്നും ആനി ചേച്ചി ചിന്തിക്കത്തില്ല. അത് തന്നെയാണ് ആനി ചേച്ചിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അത് കാരണം തന്നെയാണ് ആനി ചേച്ചി ഒരുപാട് ട്രോൾ ചെയ്യപ്പെടുന്നതും, അത് വേറെ കാര്യം. എന്തായാലും പ്രിയങ്ക ഗസ്റ്റ് ആയി വന്ന എപ്പിസോഡിൽ ആനി ചേച്ചി പ്രിയങ്കയെ നോക്കി എന്താണ് പറഞ്ഞെന്നുള്ളത് നമുക്കൊന്നും കൂടെ ഒന്ന് കണ്ടോക്കാം. ഇത് എന്നാ കോലമാ പ്രിയങ്കെ ചീച്ചു കാണിക്കുന്നു. ഞാനത് പ്രിയങ്ക നായർ എന്നൊക്കെ മാറ്റി വെച്ച് വല്ല പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ പോലെ ആക്കിയാലോ എന്ന് ആലോചിക്കുക. ഇത് എന്നതാ ഒത്തിരി അങ്ങ് മാറ്റം വന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കണ്ടേന്ന്. അടുത്ത പുതിയ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട്. അതിന്റെ ഒരു ഭാഗമാണോ ഇങ്ങനെ?
എന്റെ ദൈവമേ, നല്ല ഒരു ഇങ്ങനെ ഇരുന്ന കൊച്ചിങ്ങനെ പാക്ക് പോലായി. അപ്പുറത്തിരിക്കുന്ന പ്രിയങ്ക നാരങ്ങ ചടപ്പിച്ച് വിട്ടില്ല ആനി ചേച്ചി. എല്ലാവരും ഒരു പെണ്ണിനെ നോക്കി ഇങ്ങനെ ഇരുന്ന കൊച്ച ഒരുമാതിരി പാക്ക് പോലായി പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ചടയ്ക്കാൻ വേറെ എങ്ങോട്ടെങ്കിലും പോകണോ? ആനി ചേച്ചി ഇത് പറയുമ്പോൾ ഉള്ള പ്രിയങ്കയുടെ മോന്ത നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. തള്ളന് മുന്നിൽ പെട്ടുപോയില്ല എന്നുള്ള രീതിയിലാണ് പ്രിയങ്ക അവിടെ ഇരിക്കുന്നത് അല്ലേ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ 10-40 വയസ്സ് കഴിഞ്ഞ അമ്മാവന്മാരുടെയും അമ്മായിമാരുടെയും സ്ഥിരം സ്വഭാവമാണ്. ഇവിടെ പ്രിയങ്കയ്ക്ക് ഉണ്ടായ ഒരു സെയിം അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതായത് എല്ലാവർക്കും അറിയാലോ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി. 2024 ഡിസംബറിലാണ് എന്റെ കല്യാണം കഴിയുന്നത്. അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞു. ഒരുപാട് എനിക്ക് സൽക്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ സൽക്കാരങ്ങളിലൊക്കെ പോയിട്ട് നല്ലോണം വെട്ടി വിഴുങ്ങാൻ തുടങ്ങി. അങ്ങനെ ഫുഡ് ഞാൻ നല്ലോണം കഴിച്ച് 2 മാസം കൊണ്ട് ഞാൻ കൂടിയത് 8 കിലോ ആണ്. എത്രയാണ് 8 കിലോ? നല്ല രീതിയിൽ ഞാൻ തടി വെച്ച്. എന്തായാലും അങ്ങനെ നല്ലോണം ഫുഡൊക്കെ അടിച്ച് ഞാൻ തടി വെച്ചതിന് ശേഷം ഞാൻ ഈ പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവസ്ഥ എന്താണെന്ന് വെച്ചാണെങ്കിൽ എല്ലാവരും എന്നെ നോക്കി പറയാൻ തുടങ്ങി, എന്താടാ കല്യാണം കഴിഞ്ഞ് നല്ലോണം തടി വെച്ചല്ലോ, ഇങ്ങനെ പോയി ശരിയാവില്ല കേട്ടോ, ഒന്ന് മെലിയണം കേട്ടോ എന്നുള്ള രീതിയിൽ ആളുകൾ എന്നോട് പറയാൻ തുടങ്ങി. അതോടെ ഞാൻ വിചാരിച്ചു ഒന്ന് മെലിഞ്ഞ് കളയാമെന്ന്. ഞാൻ ഓൾറെഡി ജിമ്മിലൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും ഇത്തവണ കുറച്ച് അധികം ഡെഡിക്കേഷൻ ആവാമെന്ന് കരുതി ഞാൻ എന്താക്കി, സാധാരണ ജിമ്മിൽ നിന്ന് മാറി ഞാനൊരു പ്രൊഫഷണൽ ജിമ്മിൽ പോയി ജോയിൻ ചെയ്തു. അവിടുന്ന് ഒരു ഡയറ്റ് കോഴ്സും സെറ്റ് ചെയ്തു. അത്യാവശ്യം ഒരു സംഖ്യ അത് കാണാൻ എന്റെ കയ്യിൽ നിന്ന് പൊട്ടിയിട്ടുണ്ട്. എന്നാലും വേണ്ടില്ല, നമുക്ക് ഹെൽത്ത് സെറ്റ് ആക്കണമല്ലോ. അങ്ങനെ ഞാൻ നല്ലോണം ഡെഡിക്കേറ്റഡ് ആയി പ്രോപ്പർ വർക്കൗട്ടും ഡയറ്റും ഫോളോ ചെയ്തു. നല്ല റിസൾട്ടും അത് കാണാൻ എനിക്ക് ലഭിച്ചു. ഏകദേശം 3 മാസം കൊണ്ട് 10 കിലോയോളം ഞാൻ കുറച്ചു. അങ്ങനെ അതിനുശേഷം ഞാൻ ബോഡിയൊക്കെ നല്ല ഫിറ്റ് ആക്കി വെച്ച് അങ്ങനെ പരിപാടിക്കൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര കോൺഫിഡൻസ് ആണ് എനിക്ക്, ആൾക്കാർ മാറ്റി പറയുന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ പോയ സമയത്ത് എന്നെ നോക്കി ആൾക്കാർ അടിക്കുന്ന ഡയലോഗ് എന്താണെന്നറിയോ? എന്ത് തടിയുള്ള കൊച്ചായിരുന്നു, ഒന്ന് ശോഷിച്ചു പോയല്ലോടാ, നീ എന്താണ് പട്ടിണിയാണ് എന്നുള്ള രീതിയിൽ ആളുകൾ പറയാൻ തുടങ്ങി. എവിടെ പോയാലും ആൾക്കാർക്ക് ഇത് തന്നെയാണ് സംസാരം. ഇതോടെ ഞാൻ മൊത്തത്തിലൊക്കെ ചടിച്ചു പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതിന് വേണ്ടിയായിരുന്നു ഇത്രയും പണം മുടക്കി ഞാൻ ഇത്രയും ഡയറ്റും എടുത്ത് ഇങ്ങനെ മെലിഞ്ഞു എന്നുള്ളത്. എന്തായാലും ഈ ഒരു സംഭവത്തോടുകൂടി എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ തടിച്ചാലും മെലിഞ്ഞാലും ആൾക്കാർക്ക് കുറ്റം പറയാനാണ് താല്പര്യം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പ്രായമായിട്ടുള്ള അമ്മാവന്മാർക്കും അമ്മായിമാർക്കും. അവരാണ് എന്നെ കൂടുതലും ഇത് പറഞ്ഞ് കളിയാക്കിയത്. എനിവേ, എനിക്ക് അവരുടെ ഒരു പ്രതിഫലനം ആനി ചേച്ചിയിൽ കാണുന്നുണ്ടെന്നല്ല, അവരാണ് ആനി ചേച്ചി. ഞാൻ സന്ദർഭോചിതമായി പറഞ്ഞെന്നുള്ളത് കേട്ടോ. എന്തായാലും പ്രിയങ്കയെ നോക്കിയുള്ള ഈ ആനി ചേച്ചിയുടെ ഈ സ്റ്റേറ്റ്മെന്റിനെതിരെ 2 പെൺകുട്ടികൾ പ്രതികരിക്കുന്ന ക്ലിപ്പ് ആനി ചേച്ചിയുടെ മകൻ ആനി ചേച്ചിക്ക് കാണിച്ചു കൊടുത്തു. അതിനുശേഷം ആനി ചേച്ചിയുടെ പ്രതികരണം എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. ആക്ച്വലി ഈ ഡെഡിക്കേഷനെ പറ്റിയും പറയുന്നുണ്ടല്ലോ. അപ്പം ഇവർ ഈ ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? എനിക്കൊന്നും തോന്നില്ല. ബിക്കോസ് ആസ് ആൻ ആർട്ടിസ്റ്റ് ഐ ഫീൽ പ്രൗഡ് ഫോർ ഹർ. ബിക്കോസ് ഞാൻ ഇതിന് മുന്നേ ഒരു കാര്യം ചെയ്തു, നിങ്ങളൊക്കെ കേട്ട് കാണും. എന്താണെന്നറിയോ, ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു മേക്കപ്പ് ഇടാതെ വരുന്നുണ്ടോന്ന്. അന്നേരം ആ സമയത്ത് ഞങ്ങളൊക്കെ ഇറങ്ങിയ സമയത്ത് ആക്ച്വലി ഞാൻ ഫിലിമിൽ വന്നപ്പം ആസ് എ എന്താ പറയാ ഒരു കോളേജ് ഗേൾ ആയിരുന്നു. ആ സമയത്ത് ഞാൻ ഫിലിമിനെ കുറിച്ച് തന്നെ ആലോചിച്ച ഒരു ഫെയിം, ആ സെലിബ്രിറ്റി, ഓക്കെ ഒത്തിരി നല്ലതായിട്ട് ഒരുങ്ങി നടക്കാം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഏതൊരു പെൺകുട്ടിയും ചിന്തിക്കുന്ന രീതിയിൽ ഞാനും ചിന്തിച്ചുള്ളൂ. അല്ലാതെ എന്റെ ഡെപ്ത് ഒന്നും ഞാൻ പോയിട്ടില്ല, ഡീപ്പായിട്ട് ചിന്തിച്ചിട്ടില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുമ്പോൾ മേക്കപ്പ് ഇല്ലാതെ പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ സംതിങ് ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ട്രൂ ഡെഡിക്കേഷൻ ആണ്. എന്റെ ഒരു പാർട്ട് ആയിരുന്നു, എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു, ഞാൻ മുടി വെട്ടിയിട്ടുണ്ട്. അപ്പൊ ആരും ഈ പറഞ്ഞ പോലെ മുടി വെട്ടിയിട്ട് എന്ത് കോലായത് എന്ന് ചോദിക്കാൻ ആരും വന്നില്ല. എവ്രിബഡി അപ്രിഷിയേറ്റഡ് മീ. മോളെ നീ ചെയ്യാൻ പോകുന്നു. യെസ്, അതേപോലെയാണ് ആ കുട്ടിയോടും ഞാൻ ചോദിച്ച, മോളെ മേക്കപ്പ് ഒന്നും ഇല്ലാതെ മോളെ ആക്ട് ചെയ്തോ? അപ്പം ശരിക്കും ഐ ഷുഡ് അപ്രിഷിയേറ്റ് യു. കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ശരി, നിങ്ങൾ പ്രിയങ്കനെ അപ്രീഷിയേറ്റ് ചെയ്തതായിരുന്നു അല്ലേ? പക്ഷെ കാണുന്നവർക്കും പ്രിയങ്കക്കും അങ്ങനെയല്ല തോന്നിയത്. എല്ലാവരും ഒരാൾ ഇങ്ങനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഇരുന്ന കൊച്ചായിരുന്നു, ഒരുമാതിരി പാക്ക് പോലെ ആയി എന്നും പറഞ്ഞിട്ടാണ് ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക, ഇത് എന്ത് തരം അപ്രീസിയേഷൻ ആണെന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. സാധാരണ നമ്മളൊക്കെ എങ്ങനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യാറ്? കൊള്ളാൻ കേട്ടോ, ഇങ്ങനെയൊക്കെ മെലിഞ്ഞു അല്ലേ, ഇതൊരു ട്രൂ ഡെഡിക്കേഷൻ ആണ്, സമ്മതിച്ചു എന്നുള്ള രീതിയിലാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാറ് അല്ലേ? പക്ഷെ ആനി ചേച്ചിന്റെ അപ്രീസിയേഷൻ എങ്ങനെയാണ്? എങ്ങനെയായിരുന്നു കൊച്ചായിരുന്നു, ഇപ്പൊ ഇങ്ങനെ ആയി പോയി എന്നുള്ളതാണ് ആനി ചേച്ചിന്റെ അപ്രീസിയേഷൻ. ഇത് വല്ലാത്തൊരു തരം അപ്രീസിയേഷൻ ആണ് കേട്ടോ. എന്തായാലും ഈ ടോപ്പിക് എടുത്ത് സംസാരിക്കുന്നതിന്റെ അടുക്ക് എന്തോ മേക്കപ്പ് ഇടുന്ന കാര്യമൊക്കെ ആനി ചേച്ചി പറയുന്നുണ്ട്. അതിനെ കുറിച്ചൊക്കെ എന്തിനാണോ പറഞ്ഞെന്നുള്ളത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഒരാൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയി ഡയറ്റ് എടുത്ത് മെരിയുന്നതും മേക്കപ്പ് ഇടാതെ സിനിമയിൽ അഭിനയിക്കുന്നതും തമ്മിൽ എന്ത് ബന്ധമാണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി അതെന്തോ ആയിക്കോട്ടെ, പുള്ളിക്കാരിക്ക് പറയാനുള്ള ബാക്കി കേട്ടോ. മേക്കപ്പ് ഇല്ലാതെ അഭിനയിക്കുന്നതാണ് മേക്കപ്പ് ഉണ്ടായിട്ട് അഭിനയിക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് ഒരുങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പൊ ഞാനൊരു ടോം ബോയ് ലുക്കായിരുന്നു. ഇപ്പൊ ഞാൻ അമ്മയെ മാത്രമാക്കി, ഇപ്പൊ ഞാനും കൂടെ വരാം. ഈ പറഞ്ഞ പോലെ ഒരു ആൺകുട്ടിയായിട്ട് നടക്കണം, ഒരു ആൺകുട്ടിയുടെ മാനറിസംസ് എന്താണെന്ന് പഠിക്കണം, അവരുടെ ഓരോ ഗസ്റ്റേഴ്സ് ഞാൻ പഠിക്കണം, അതൊക്കെ പറഞ്ഞു. ആ ഒരു ആൺകുട്ടിയുടെ വേഷം ചെയ്യാൻ കുറച്ചൊന്ന് ലീൻ ആവണം. അപ്പൊ ആരും എന്നോട് ഈ പറഞ്ഞ പോലെ അങ്ങനെ ചോദിച്ചില്ല. ഈ സെയിം സാധനം ഞാൻ പ്രിയങ്കയോട് ചോദിച്ച പോലെ ആ ഡെഡിക്കേഷൻ ആയിരുന്നു. പക്ഷെ എന്റെ ഉള്ളിൽ
അന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഡെപ്ത് ഞാൻ ചിന്തിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഓരോ സിനിമ അഭിനയിച്ച് വരുമ്പോഴായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്ന ലാലേട്ടൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, കമൽഹാസൻ സാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ലെജൻസിനെയൊക്കെ മുന്നിൽ കണ്ടിട്ട് ഈ കുട്ടികൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആണോ എന്നുള്ള ഒരു അതിശയമായിരുന്നു എന്റെ മൊത്തം. അല്ലാതെ അവരെ ബോഡി ഷേമിങ് ചെയ്യാനോ ഒരു സ്ത്രീകളെ ഒരിക്കലും, ഒരു പെൺകുട്ടിയായാലും ശരി, ഒരു സ്ത്രീ ആയാലും ശരി, ഒരു അമ്മയായാലും ശരി, അക്കോർഡിംഗ് ടു മീ എനിക്ക് ഒരിക്കലും ഒരു ക്യാരക്ടറില്ല ആരെയും ഇൻസൾട്ട് ചെയ്യണം. ഞാൻ ഒരിക്കലും ഇനിഷ്യേറ്റീവ് എടുക്കത്തൂല. ഞാൻ അഥവാ ഇൻ ഫ്രണ്ട് ഓഫ് മീ ആരെങ്കിലും ചെയ്യുകയാണെങ്കിലും ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ അവരുടെ വശവും കൂടെ ചിന്തിക്കുക, അല്ലാതെ നിങ്ങളുടെ വശം മാത്രം ചിന്തിക്കരുത്. അത്രയും ചിന്തിച്ചിട്ട് നിങ്ങൾ അവരെ വഴക്ക് പറയൂ. ആരാണ് ഈ പറയുന്നത്? ഞാൻ ആരെയും ബോഡി ഷേമിങ് ചെയ്യാറില്ല, ഞാൻ ആരെയും ഇൻസൾട്ട് ചെയ്യാറില്ല. നമ്മളൊരു വ്യക്തിയുടെ മുന്നിൽ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ചിന്തിച്ച് വേണം, അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാനെന്നൊക്കെ. അല്ലാതെ ആനിസ് കിച്ചണിൽ ആനിസ് ചേച്ചി തന്നെയാണ് സംസാരിക്കുന്നത്. അല്ല, സംസാരം കേട്ടിട്ട് അത് തന്നെയാണെന്നൊരു ഡൗട്ട്, അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. അല്ല, ആനിസ് കിച്ചണിൽ ഒന്ന് പറയുന്നു, മകന്റെ ബ്ലോഗിൽ വേറെ ഒന്ന് പറയുന്നു, അതുകൊണ്ട് ചോദിച്ചതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആനി ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാര് ഭയങ്കര റോ ആണ്. സ്വന്തം ഇമോഷൻസിനെ മാസ്ക് ചെയ്ത് എങ്ങനെ സംസാരിക്കണമെന്ന് പുള്ളിക്കാർക്ക് അറിയത്തില്ല. എന്താണ് പുള്ളിക്കാരുടെ മനസ്സിൽ അപ്പം തോന്നുന്നത് അതങ്ങ് പ്രകടിപ്പിക്കും. ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾ കോൺട്രഡിക്ടറി ആകുമോ ഇല്ലയോ എന്നൊന്നും പുള്ളിക്കാർ ചിന്തിക്കത്തില്ല. അതുകൊണ്ടാണ് പുള്ളിക്കാർ ഒരു ട്രോൾ മെറ്റീരിയലായി മാറുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷത്തോളമായി. 2021 ജനുവരി 1 ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇതുവരെ 2000-ലധികം വീഡിയോസ് ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇപ്പോഴും ഞാൻ ഓരോ വീഡിയോകളിലും എന്റെ നിലപാടുകൾ പറയുന്ന സമയത്ത് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഞാൻ മുമ്പ് സംസാരിച്ച 2000 വീഡിയോകളിൽ ഒരു വീഡിയോ പോലും ഞാൻ ഇപ്പം സംസാരിക്കുന്ന വീഡിയോ കോൺട്രഡിക്ടറി ആയി വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാണെങ്കിൽ അതിന്റെ ജെന്യൂനിറ്റിയും കൂടി ബാധിക്കുമെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ വായി തോന്നിയത് കോതക്ക് പാട്ടെന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും വീഡിയോകൾ ചെയ്യാറില്ല. അതേപോലെ തന്നെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പല ചാനലുകളും എന്നെ ഇന്റർവ്യൂക്ക് വിളിക്കുന്നുണ്ട്. ഞാൻ ഇന്നേ വരെ എന്റെ 5 കൊല്ലത്തെ യൂട്യൂബ് കരിയറിൽ ഒരൊറ്റ ചാനലിൽ മാത്രമേ ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളൂ. കൗമുദി മൂവീസ് എന്ന് പറഞ്ഞ ചാനൽ 2 കൊല്ലം മുമ്പെയാണ് ഞാൻ ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ എന്റെ ഫ്രണ്ട് വഴി ഒരു പേഴ്സണൽ കമ്മിറ്റ്മെന്റിന്റെ പുറത്ത് കൊടുത്തൊരു ഇന്റർവ്യൂ മാത്രമാണ്. അതുകൂടാതെ ഞാൻ ഇന്നേ വരെ ഇന്റർവ്യൂ പോലും കൊടുത്തിട്ടില്ല. കൊടുക്കാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയോ? എങ്ങാനും എന്റെ വായിൽ നിന്നും എന്തെങ്കിലും വീണ് കഴിഞ്ഞാണെങ്കിൽ, അത് കാരണം ഞാൻ ഏറിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാണെങ്കിൽ അതെന്റെ കരിയറിനും കൂടി ബാധിക്കും. അത് കാരണമാണ് ഞാൻ ഒരു ഇന്റർവ്യൂ പോലും കൊടുക്കാത്തത്. ഇപ്പോഴത്തെ ഓൺലൈൻ മീഡിയക്കാരുടെ ഇന്റർവ്യൂവിന്റെ പാറ്റേൺ നിങ്ങൾക്ക് അറിയാലോ. നമ്മളെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഇവർ കുത്തി ഓരോന്ന് ചോദിക്കും. അറിയാതെ നമ്മളെ വായിൽ നിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാണെങ്കിലോ പിന്നെ അത് വെച്ച് ആഘോഷിക്കുകയും ചെയ്യും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യത്തിനിടയ്ക്ക് ഇന്റർവ്യൂകളിൽ നിന്നെല്ലാം മുഴിഞ്ഞു മാറുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അത്രയും സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എന്താണ്, നമ്മുടെ വായിൽ നിന്ന് കോൺട്രഡിക്ടറി ഒന്നും വരാൻ പാടില്ല എന്നൊരു നിർബന്ധം എനിക്ക് ഉണ്ടായതുകൊണ്ടാണ്. പക്ഷെ ആനി ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നുമേ അല്ല എന്നുള്ളതാണ്. പുള്ളിക്കാരി എന്താണോ മനസ്സിൽ തോന്നുന്നത് അതങ്ങ് വിളിച്ചു പറയും. അത് കാരണം പുള്ളിക്കാരിയുടെ പല സ്റ്റേറ്റ്മെന്റുകളും പലപ്പോഴും കോൺട്രഡിക്ടറി ആയി വരാറുമുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ നോക്കി, ആനിസ് കിച്ചണിൽ പ്രിയങ്ക നായർ വന്ന ഷോയിൽ പക്ക പ്രിയങ്ക നായരെ ബോഡി ഷേമിങ് ചെയ്യുന്ന രീതിയിലാണ് ആനി ചേച്ചി സംസാരിച്ചിട്ടുള്ളത് അല്ലേ? അതേ ആനി ചേച്ചി തന്നെ ഇപ്പൊ വന്നിരുന്ന മകന് മുന്നിൽ ഇരുന്ന് പറയാണ് നമ്മൾ ആരും ബോഡി ഷേമിങ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ. ഇത് രണ്ടും പക്ക കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അത് മറ്റൊന്നും കൊണ്ടല്ല, പുള്ളിക്കാര് ഭയങ്കര റോ ആയതുകൊണ്ടാണ്, ഒന്നും ചിന്തിക്കാതെ അങ്ങ് വിളിച്ചു പറയുന്നത് കൊണ്ടാണ്. എന്തായാലും ബാക്കി കണ്ടോക്കാം. എപ്പിസോഡിൽ അമ്മ ഫെമിനിസത്തിനെ പറ്റി പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ ഷോയിൽ തന്നെ ഫെമിനിസത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ അതൊരു തെറ്റായ പെർസ്പെക്റ്റീവിലാണ് അമ്മ പറയുന്നത് എന്നുള്ളൊരിതുണ്ട്. അമ്മയുടെ സംഭവത്തിൽ ഫെമിനിസം എന്തുവാണ്? ഇത് മറ്റേ നിഷ റാഫേൽ ആനിസ് കിച്ചൻ വന്നൊരു എപ്പിസോഡിൽ ഈ ഫെമിനിസ്റ്റുകളൊക്കെ എതിർത്തുകൊണ്ട് നിഷ റാഫേലും ആനി ചേച്ചിയും കൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിനെ കുറിച്ചാണ് പറയുന്നത്. അത് ബാക്കി കണ്ടോക്കാം. ഫെമിനിസം എന്റെ കാഴ്ചപ്പാട് ഞാൻ പറയാം. ഓക്കെ, ഞാൻ 1993 ഫിലിമിൽ വരുന്നത്. 1993 ഫിലിമിൽ വരുന്ന സമയത്ത് എത്ര വയസ്സുണ്ടായിരുന്നു? ഞാൻ only 16, 10th പഠിക്കുമ്പോഴാണ് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. ആ 10th പഠിക്കുമ്പം ഐ സ്റ്റാർട്ടഡ് ഏർണിംഗ്. ഇല്ല, നിങ്ങൾ ഏൺ ആക്കിയിട്ടുണ്ടോ? ഇല്ല. ഐ ഫീൽ പ്രൗഡ് ഓഫ് മൈ സെൽഫ് വിത്ത് വൺ ഓർ അതർ വേ. ഞാൻ അന്നത്തെ കാലത്ത് എന്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ ഫിലിമിൽ വരുന്നതുകൊണ്ട് ഒരിക്കലും ആരും എന്നെ എതിർത്തില്ല. പക്ഷെ അന്നത്തെ കാലത്ത് ഇവിടെ സിനിമയിൽ പോവാണോ എന്ന് ചോദിക്കുന്ന എന്നോടായിട്ട് ഡയറക്റ്റ് ആരും ചോദിച്ചിട്ടില്ല. പക്ഷെ ചിലപ്പോൾ എന്റെ അപ്പായോടോ അല്ലെങ്കിൽ എന്റെ ഫാമിലി മെമ്പേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും, അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്റെ കാഴ്ചപ്പാട് എനിക്കിഷ്ടമായിരുന്നു. ഐ നെവർ സെഡ് നോ. എന്റെ ഓൺ ഡിസിഷനിൽ എന്ന് ഞാൻ അന്ന് അഭിനയിച്ചു, ഞാൻ ഓൺ ആക്കി, എന്റെ ഇഷ്ടത്തിന് ഒരാളുടെ കൂടെ ഞാൻ ജീവിച്ചു. ഇന്ന് സന്തോഷമായിട്ട് എന്റെ 3 മക്കളുമായിട്ട്. അത് വേറെ കഥയാണ്. ഓക്കെ, അല്ല ഞാൻ പറയുക. അപ്പൊ എന്നാന്ന് വെച്ചാൽ എന്റെ കാഴ്ചപ്പാടിൽ ഫെമിനിസം എന്താ വേണ്ടത്? അന്ന് ഞങ്ങളൊക്കെ ഇറങ്ങിയ സമയത്ത് സൊസൈറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഈ പെൺകുട്ടി അഭിനയിക്കണോ എന്ന് ചോദിച്ചായിരുന്നു. എന്നോടില്ല, ഞാൻ സ്റ്റിൽ റിപ്പീറ്റ് ദാറ്റ്, എന്നോടില്ല. പക്ഷെ അന്ന് സ്ത്രീകൾക്ക് കുറെ ആൾക്കാർ അവൾ ഇത് ചെയ്യാൻ പാടില്ല, മറ്റു ചെയ്യാൻ പാടില്ല, മറിച്ച് ചെയ്യാൻ പാടില്ല എന്നൊക്കെ കുറെ നിയമങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ 2026 നമ്മൾ ജീവിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ടോപ്പിക്കിന് ഡിസ്കഷൻ ആവശ്യമുണ്ട്. എന്തിനാണ്? അന്ന് വേണമായിരുന്നു. കാര്യം എന്താണെന്നറിയാമോ? ഈ
ഒത്തിരി കഴിവുള്ള ആൾക്കാരുണ്ട്, ഒത്തിരി കഴിവുള്ള സ്ത്രീകളുണ്ട്. വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാതെ അടിച്ചമർത്തപ്പെടുന്ന കുറെ സ്ത്രീകൾ. നീ അടുക്കള മാത്രം ജീവിക്കേണ്ടതാ, നീ കെട്ടി വേറെ വീട്ടിൽ പോകേണ്ടതാ. പക്ഷെ ആ കുട്ടിക്ക് ജനിക്കുമ്പോഴേ കുറെ ഇൻബോൺ കഴിവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ചിലപ്പോൾ പഠിച്ചു വന്നതായിരിക്കില്ല, ഇൻബോണായിട്ട് കുറെ കഴിവുകളുണ്ട്. അത് അടിച്ചമർത്തപ്പെട്ടെടുത്ത് ഇങ്ങനെ സോ കോൾഡ് ഫെമിനിസം എന്ന് പറയുന്ന ആൾക്കാർ ചെന്ന് അവരെ സമൂഹത്തിൽ കൊണ്ടുവരണമായിരുന്നു. അതാണ് എന്റെ കാഴ്ചപ്പാടിൽ ഫെമിനിസം. അല്ലാതെ സ്ത്രീ പുരുഷനും ഒരുപോലെ ഇരിക്കണം. ഈ ഒരുപോലെ ഇരിക്കുന്നതിൽ എന്തോന്ന് അർത്ഥം അഫ്കോഴ്സ് ബയോളജിക്കൽ എവറിത്തിങ് ദേ ആർ ഡിഫറെന്റ്. ഞാൻ ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ ഒരിക്കലും പറയില്ല. ബിക്കോസ് ഐ ആം എ ബിഗ് എക്സാമ്പിൾ. ഓക്കെ, പുള്ളിക്കാരൻ എന്റെ ഡേ കൂടെ സ്വയം പൊക്കുന്നുണ്ടല്ലേ. എന്തോ ആയിക്കോട്ടെ. എന്തായാലും ഫെമിനിസം അങ്ങനെ ഫെമിനിസം ഇങ്ങനെ എന്നൊക്കെ പുള്ളിക്കാരെ ആഗോരാർത്ഥം പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാലത്ത് ഇവിടുത്തെ റിയൽ ഫെമിനിസ്റ്റുകൾ ചെയ്തു വെച്ച കാര്യങ്ങളെ കുറിച്ചാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യം പുള്ളിക്കാരിക്ക് ഇല്ലെന്ന് തോന്നുന്നു. അതായത് ഒരു കാലത്ത് ഇവിടെ സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, സ്ത്രീകൾ അടുക്കളക്കുള്ളിൽ തളച്ചിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അന്ന് ഒരുപാട് സ്ത്രീകൾ അതിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരാൻ തുടങ്ങി, സ്ത്രീകളുടെ പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സമൂഹത്തിൽ സ്ത്രീകൾക്ക് പല മാറ്റങ്ങളും ഉണ്ടായത്. അതിനെക്കുറിച്ചൊന്നും ആനി ചേച്ചിക്ക് വലിയ ധാരണ ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഒരുപാട് നല്ല ഫെമിനിസ്റ്റുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ കാരണം സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷെ അവരെ കുറിച്ചൊന്നും ആനി ചേച്ചിക്ക് വലിയ ഐഡിയ ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ അതിന്റെ ഇടയിൽ ആനി ചേച്ചി വേറെ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആണും പെണ്ണും ഒരിക്കലും ഈക്വൽ ആവില്ല എന്നൊക്കെ. ശരിയാണ്, ഒരിക്കലും ബയോളജിക്കലും ഫിസിക്കലും ആണും പെണ്ണും ഈക്വൽ ആവില്ല, രണ്ടുപേരും ഡിഫറെന്റ് ആണ്. പക്ഷെ എന്ത് കരുതി ആ ഡിഫറൻസ് വെച്ച് സ്ത്രീകൾക്ക് ലഭിക്കേണ്ട ഓപ്പർച്യൂണിറ്റികൾ ഹനിക്കപ്പെടാൻ പാടില്ല. രണ്ടുപേർക്കും സമൂഹത്തിൽ ഒരുപോലുള്ള ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കണം. അതിനുവേണ്ടിയാണ് സമൂഹത്തിൽ റിയൽ ആയിട്ടുള്ള പല ഫെമിനിസ്റ്റുകളും പോരാടിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ല. പക്ഷെ ഫെമിനിസം എന്നും പറഞ്ഞ് പുരുഷവിരുദ്ധത പ്രകടിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമുക്കിടയിലുണ്ട് കേട്ടോ. ഈ എക്സ്ട്രീം ഫെമിനിസം കൊണ്ട് നടക്കുന്ന ആൾക്കാർ, അവരെ മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ ഇവിടെ സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി പോരാടുന്നതിനൊന്നും വിമർശിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇവിടെ ഓപ്പർച്യൂണിറ്റികൾ ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ഒരുപോലെ ലഭിക്കേണ്ടതുണ്ട്. എനിവേ, നമുക്ക് ആനി ചേച്ചിക്ക് പറയാനുള്ള ബാക്കിയൂടെ കണ്ടോക്കാം. അറിയോ, ഞാനിപ്പോ ഒരു ഷോ ചെയ്യും. ആ ഷോയിൽ ഒരു സജിത എന്ന് പറയുന്ന ഒരു കുട്ടി വന്നിട്ട് പറയുന്ന ഒരു പാചകം അറിയാതെ ആ കുട്ടി ആ വീട്ടിൽ എന്തോരം ഇൻസൾട്ടഡ് ആയി എന്നുള്ളത് ആ കുട്ടി വേദനപരമായി പറയുന്നത്. പാചകം അറിയണമെന്നുണ്ടോ? കുറച്ച് വേണം, ജീവിക്കണ്ടേ? എന്നും നമുക്ക് സ്വിഗ്ഗി ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തോ ജീവിക്കാൻ പറ്റില്ല. നമ്മളിപ്പം കല്യാണം കഴിച്ച ഒരു വീട്ടിൽ പോകുന്ന വെച്ചാൽ അപ്പൊ ഹസ്ബൻഡിന് കുക്ക് ചെയ്തൂടെ? ചെയ്യാം, രണ്ടുപേർക്കും ചെയ്യാം. ഇല്ലെന്ന് ഞാൻ പറയും. ഇവിടെ എന്റെ ഏട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ, എന്റെ 3 മക്കൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് അല്ല, നിങ്ങൾ എനിക്ക് ചെയ്തു തന്നെ. അപ്പൊ എനിക്ക് ഇഷ്ടം കുക്കിംഗ് ആണ്. അല്ല, എന്നെ പോലെ ആയിരിക്കണം എല്ലാരും. എല്ലാവർക്കും ഓരോ കഴിവുകളാണ്, അവരതിൽ വരട്ടെ. അതില് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈക്വൽ സപ്പോർട്ട് കൊടുക്കണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ദാറ്റ് ഇസ് ആണായാലും പെണ്ണായാലും ഒരു കുട്ടിക്ക് ഒരു കഴിവുണ്ടെങ്കിൽ അവളെ ആ കഴിവിന് സപ്പോർട്ട് ചെയ്ത് മുന്നേ കൊണ്ടുപോകാം. അല്ലാതെ അവൾ അടുക്കളപ്പണി ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ പാടുള്ളൂ എന്നൊന്നും ഞാൻ പറയില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നേക്കോ, രാവിലെ നമുക്ക് ഭക്ഷണം കഴിക്കണം, അവൾക്ക് പോകാൻ സമയമായി 10 മണിക്ക്. എന്തുകൊണ്ട് ഒരാൾ ഒരു ബ്രെഡ് ഓംലെറ്റ് ഹെൽപ്പ് ചെയ്ത് അവളെ വിട്ടൂടാ? അവൾ തന്നെ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി പോകണമെന്നൊന്നും എന്തിനാ? പെൺകുട്ടിയാണ് ആൺകുട്ടിയായാലും ശരി. അല്ലാതെ അടിച്ചമർത്തപ്പെടാൻ വേണ്ടിയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക. ആരാ ഈ പറയുന്നത്? നമ്മുടെ ആനി ചേച്ചി തന്നെയാണ് ഈ പറയുന്നത്. പുരോഗമനത്തിന്റെ കൊടുമുടിയിൽ എത്തിപ്പോലെ നമ്മുടെ ആനി ചേച്ചി. പെൺകുട്ടികൾ അങ്ങനെ കുക്കിംഗ് അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സർവൈവലിന് വേണ്ടിയുള്ള ബേസിക് കുക്കിംഗ് സ്കില്ലൊക്കെ എല്ലാവരും അറിഞ്ഞിരുന്നാൽ മതി എന്നൊക്കെ ആനി ചേച്ചി ഇങ്ങനെ വന്നിരുന്ന് പറയുമ്പോൾ, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നവ്യ നായർ ഇതേമാതിരി ആനി ചേച്ചിയെ വിളിച്ചു വരുത്തി ചേച്ചി സംസാരിച്ച ചില കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അന്ന് ആനി ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. ചേച്ചിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. സോ let her do it. If some other girl is not liking it, give her the freedom not to do it. അല്ല, വീട്ടിൽ കഴിക്കാൻ ഉണ്ടാക്കിയേ പറ്റുള്ളെങ്കിൽ ഉണ്ടാക്കണം, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ബട്ട് അതിനൊരു ആണും പെണ്ണും ഉള്ളൊരു അങ്ങനെയൊന്നും ആവശ്യമില്ലല്ലോ. ഓ, അങ്ങനെ. ഓക്കെ, അപ്പൊ അവരവന്റെ ടേസ്റ്റിനനുസരിച്ച് വിട്ടുകൊടുക്കാം. പിന്നെ നമ്മുടെ ഒരു സിസ്റ്റം, എന്റെ അമ്മയൊക്കെ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കോറം തികയ്ക്കാൻ വേണ്ടിട്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്താ അറിയോ, ഈ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് തോന്നുന്ന ഒരു മനസ്സിന്റെ ഇതാണ്. അത് എനിക്കും ചില സമയം അങ്ങനെ തോന്നാറുണ്ട്. ഗസ്റ്റ് വരുമ്പോ എനിക്കും തോന്നും കൊറേയൊക്കെ ഉണ്ടാക്കണം, അത് തോന്നും. പക്ഷെ ഡെയിലി ഇത് ഉണ്ടാക്കുമ്പോഴേ അത് ഇഷ്ടമല്ല ചേട്ടാ, കുക്കിംഗ് ഇഷ്ടമല്ല ചേട്ടാ. പക്ഷെ കുക്കിംഗ് ഇഷ്ടമുള്ള ഒരു നല്ല വീട്ടമ്മയാണെങ്കിൽ നമ്മുടെ അതാണ് എനിക്ക് മനസ്സിലാത്തത്. നല്ല വീട്ടമ്മ കുക്കിംഗ് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല, ബട്ട് സ്റ്റിൽ അല്ലേ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഇതൊരു പാർട്ട് ഓഫ് ദ ലൈഫ് ആണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ആയിരിക്കും, ബട്ട് ഇറ്റ്സ് ദേർ. കുക്കിംഗ് ഇഷ്ടമാണ്, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഓർ ഡിസ്ലൈക്ക്, അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക്
ഓക്കെ, അതാണ് അന്ന് കുക്കിംഗ് ഇഷ്ടപ്പെട്ടാൽ ഒരാൾ നല്ല വീട്ടമ്മയാകും എന്നൊക്കെ പറഞ്ഞ് വിളമ്പിയ ആളാണ്. ഇപ്പൊ വന്നിരുന്ന് പറയുന്നത് ഒരു പെണ്ണ് കുക്കിംഗ് അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ബേസിക് സർവൈവലിനുള്ള കുക്കിംഗ് പഠിച്ചാൽ മതി എന്നൊക്കെ. എനിവേ നല്ലൊരു മാറ്റമാണത്, നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. ഒരു 3-4 വർഷം മുമ്പുള്ള ആനിയിൽ നിന്നും ഇപ്പൊ ഒരുപാട് പ്രോഗ്രസീവായ മാറ്റമുള്ള ഒരു ആനിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ. അതിനൊരു ക്രെഡിറ്റ് ഇവിടുത്തെ ട്രോളർമാർക്കും കൊടുക്കേണ്ടി വരും കേട്ടോ. ഇവരിങ്ങനെ നിരന്തരമായി ട്രോൾ ചെയ്തുകൊണ്ടാണ് ആനി ചേച്ചി ഇപ്പൊ ഇങ്ങനെയൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങിയത്. എന്തായാലും കൊള്ളാം, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം തന്നെയാണിത്. ബാക്കി ഉണ്ടോക്കാം. ഇപ്പൊ തന്നെ മോനൊരു വീഡിയോ എന്നെ കാണിച്ചില്ലേ, ബോഡി ഷേമിങ്. ആ ഒരു പോർഷൻ മാത്രം എനിക്ക് ആ കുട്ടികളോട് വിരോധമൊന്നുമില്ല, പക്ഷെ ഐ ഓൾവേസ് അപ്രീഷിയേറ്റ് ദാറ്റ്. കാരണം അത്ര എന്നെ തെറ്റ് തിരുത്തിയതും എന്റെ കാഴ്ചപ്പാടിൽ നിന്ന് എനിക്ക് വ്യക്തമാക്കാൻ പറ്റിയതും അവർക്ക് അത് കാണിച്ചതുകൊണ്ടാണ്. പക്ഷേ ചേച്ചി എന്തിനത് ചെയ്തു എന്നുള്ളത് അവർ കാണിച്ചില്ലല്ലോ. അപ്പൊ അതുപോലെ ആയിപ്പോയി എന്ന് പറയുന്നതിൽ ഒരു ഇച്ചിരി തെറ്റുണ്ട്. കാരണം അവരുടെ ഇഷ്ടമല്ല, അവർ ആ ചേച്ചിയുടെ ഇഷ്ടമാണ്, ചേച്ചി എങ്ങനെ വരണം, ചേച്ചി എന്ത് രീതിയിൽ മാറ്റണം. പക്ഷെ അത് അമ്മ ഡെഡിക്കേഷനും അമ്മ അത് പറഞ്ഞു, അത് എന്തുമാത്രം അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ഒരു എഫേർട്ട് ഇട്ട പുള്ളിക്കാര്യം അത്രയും ആയി എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം കൂടെ പറയാം, ഞാൻ വളർന്നതിന്റെ പ്രശ്നമായിരിക്കും, ഞാൻ കേൾവിയുടെ പ്രശ്നമായിരിക്കാം, ഇല്ലെങ്കിലായിരിക്കാം. ഞാൻ ഇത്രയും വർഷം കൊണ്ട് കേൾക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ചെയ്യാൻ പാടില്ലെന്ന് ഇപ്പോഴത്തെ കുട്ടികൾ തിരുത്തുന്നുണ്ട്. ഞാൻ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു ഡു ദാറ്റ്. പക്ഷേ എല്ലാം പറ്റി ക്ഷീണിച്ചു പോയോ എന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു നാട്ടു നടപ്പാണ്. എല്ലാരും ചോദിക്കുന്ന ഒരു സാധനം. എന്റെ അടുത്ത് എത്ര പേര് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഒന്നും ഫീൽ ചെയ്യും. ഇപ്പൊ എന്നോട് ചേച്ചി ഭയങ്കര വണ്ണം ആണല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ് ബിക്കോസ് ഐ ലവ് മൈ ബോഡി. നമ്മൾ എന്ത് കഴിക്കണം, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ആരും അറിയേണ്ട ആവശ്യമില്ല, ആരും അറിയിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമുക്ക് നന്നാവണമെങ്കിൽ ആവാവുന്നത്. ബോഡി ഈസ് ഹെൽത്തി, യു ഷുഡ് പ്രൗഡ്. ശരി, ഇതിപ്പോ മകൻ ആനി ചേച്ചിനെ ചാമ്പാണോ അതോ അപ്രീഷിയേറ്റ് ആണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നത് ആശാൻ ഇടയിൽ കൂടെ അമ്മനെ ട്രോളുന്ന പോലെയാണ് എനിക്ക് ഇവിടെ ഫീൽ ആയിട്ടുള്ളത്. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഒരാൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് നമ്മൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇവൻ പറയുമ്പോൾ ഇടയിൽ കൂടെ അമ്മയെ ട്രോളെ പോലെയാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. എനിവേ ഇപ്പൊ ആനി ചേച്ചിന്റെ മകനെ വ്ളോഗ് കാണുന്ന സമയത്ത് എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. കാരണം മുമ്പ് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു ആനി ചേച്ചി, ഒരുപാട് മാറി അല്ലേ, ഒരുപാട് ആള് പ്രോഗ്രസീവ് ആയിട്ട് മാറി. ഒരു 3-4 വർഷം മുമ്പ് പക്കാ ഒരു കുലസ്ത്രീ ആയിരുന്നു ആനി ചേച്ചി. പക്ഷെ ഇപ്പം പുള്ളിക്കാരിക്ക് വന്ന മാറ്റം നിങ്ങൾ നോക്കി, എന്തൊരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റമാണ് അല്ലെ. നല്ലതാണ്, മാറട്ടെ, മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, മാറ്റങ്ങൾ ഉണ്ടാവണമല്ലോ. എന്നും എന്റെ കുലസ്ത്രീ നിലപാടാണ് ശരിയെന്ന് പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് ശരിയല്ലല്ലോ. കാലം മാറുന്നതിനനുസരിച്ച് നമുക്ക് പുരോഗമനപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം. പിന്നെ എവിടെ ഇനി പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്ന എവിടെയാണെന്ന് വെച്ചാണെങ്കിൽ ഇങ്ങനെയൊക്കെ മകന് വ്ളോഗിൽ വന്ന് പുരോഗമനം പ്രസംഗിച്ചിട്ട് നാളെ ഈ ആനിസ് കിച്ചൻ എപ്പിസോഡ് ചെയ്യുന്ന സമയത്ത് തിരിച്ചു പറയരുത്. അങ്ങനെ പറയുകയാണെങ്കിൽ സ്വഭാവം മാറും, ഉള്ളത് പറയാലോ. എന്തായാലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.